പെരുമഴ പോലെ ഇതുപോലെ ഒരു സംഭവം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ പരാതികൾ ഓരോന്നോരോന്നായിട്ട് TV വന്ന ഏതെങ്കിലും സംഭവം കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? പറ, ഏതെങ്കിലും സംഭവം പറ. ഈ പെൺകുട്ടി ആരാണ് എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. പകരം ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്, ഹൂ കെയേഴ്സ്? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന് തന്നെ പറയാം. ഈശ്വര, ഇത്ര പെട്ടെന്ന് കഷ്ടകാലം തുടങ്ങിയോ? ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഊഹിക്കുന്നത് ആ മാതിരി തന്നെ ഞാനും ഊഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? ഇന്ത്യയിൽ ഒരിടത്തും എനിക്കെതിരെ പരാതിയില്ല. പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർ എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഈ ഒരു ചെറുപ്രായത്തിനിടക്ക് അയാൾ എല്ലാ സംഘടനാ ഘടകങ്ങളെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അയാൾക്ക് മോർ ദാൻ 17 ഇയേഴ്സ് അയാൾ ഫീൽഡിലുണ്ട്. അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ആവർത്തിച്ചിങ്ങനെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നമ്മുടെ ബഹുമാനായ MLA കിടക്കുമ്പോ അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. യുവതികളുമായി രാഹുൽ നടത്തിയെന്ന് പറയുന്ന കൂടുതൽ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വരുന്നത്. കഥകൾ ഇങ്ങനെ വരും, നീണ്ടു നിരന്ന് കിടക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നും അല്ല. ഷാഫി പറമ്പിന്റെ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പൊ ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം ഒരൊറ്റ അക്ഷരം പോലും മിണ്ടാതെ നാട് വിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞിക്കയെ കുറിച്ച്, കുഞ്ഞാണിജനെ കുറിച്ചാണ്. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇന്ററാക്ഷൻസിനെ ഞാനിപ്പോ നോക്കിക്കാണുകൊണ്ടിരിക്കുന്നത്. ത്രിമൂർത്തികളാണല്ലോ ഇതിലുള്ളത്. ഇവർക്ക് മൂന്നാൾക്കും ഇതിൽ കൃത്യമായ ബന്ധമുണ്ട്. ഷാഫി പറമ്പിലുണ്ട്, അതുപോലെ തന്നെ രാഹുലുണ്ട്, VD സതീശനുണ്ട്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പല വിഗ്രഹങ്ങളും വീണ് പൊട്ടി ഉടഞ്ഞു പോകും. ഒരാളൊന്നല്ല ഇതിന്റെ കളിക്കളത്തിലുള്ളത്. എല്ലാവരുടെ നിപ്പും ഭാവവും കണ്ടിട്ട് ഞാൻ എന്തോ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊന്നും വിശേഷിപ്പിക്കുന്നില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിലുള്ള യുവജന നായകനാണ് രാഹുൽ മാങ്കൂട്ടം. ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചില ആളുകൾക്ക് അർഹതപ്പെട്ടത് സ്വാഭാവികമായിട്ട് ലഭിക്കും, ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും. ഞാൻ മരിക്കുന്നത് വരെ പയ്യനായും ചെറുപ്പമായിട്ടും ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സുകൊണ്ട്. അകാല വാർദ്ധക്യം ബാധിച്ച, പിന്നെ താങ്കൾക്കൊരു വിചാരമുണ്ട്, താങ്കൾ നിലവാരത്തിന്റെ ഒട്ടക പുറത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്നുള്ള വിചാരം താങ്കൾക്കുണ്ട്. ഞാൻ പറയട്ടെ, മറുപടി വരാം. ഹാഷ്മി എന്താ ഇപ്പൊ അടക്കാത്ത? എന്താ ഹാഷ്മി ഇപ്പൊ എന്താ അടക്കാത്ത? കോഴിയുടെ കാര്യം പറയാം. ഹാഷ്മി എന്താണ് കോഴിയെ കുറിച്ച് പറയാത്ത? കോടി രാഹുൽ അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു. എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോ ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. നീലപ്പെട്ടി ആരുടെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആ നീലപ്പെട്ടി ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. അത്ര എമർജൻസി ഒന്നല്ലല്ലോ ഈ കേസ്. കേരള സമൂഹം ഇതാ നോക്കൂ, ഒരു തെമ്മാടി എന്ന് പറയേണ്ട നിലയിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയം കാട്ടുകോഴിയായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ MLA എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഹൂ കെയേഴ്സ്? അവൻ ശ്രീകുമാർ അല്ല, സ്ത്രീകുമാർ. ഗതികേടിന്റെ പേരായി കോൺഗ്രസ് മാറുന്നു, തെമ്മാടി കൂട്ടമായ പാർട്ടി മാറുന്നു. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. 100% സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഹൃദയവുമായി ഞാൻ കാത്തിരിക്കുന്നു. മറ്റൊരാളില്ല, എന്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാള് കൂടെ പോകുന്നത്. പക്ഷെ ഇതല്ല അതിന്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. ഇവൻ മഹാ തെണ്ടി തന്നെ. ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ
പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല. ഈ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ അതിനായി ഇറങ്ങി ഓടി. ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഞാൻ ചോദിക്കുന്നത് ചെറു കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത്? പോട്ടെ, ഞാൻ ശരി. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. രാത്രിയായി കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? പീപ്പിൾ കെയേഴ്സ് എന്നുള്ളതാണ്. പീപ്പിൾ കെയേഴ്സ്. ശവത്തി കുത്തരുത് ചെറ്റിയമ്മ. നാളെ നിങ്ങളെ പറ്റിയും പറയാം, ആരെ പറ്റിയും ആർക്കും പറയാം. ഹൂ കെയേഴ്സ്? അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ആ പ്രസ്ഥാനത്തിനകത്ത് അതിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഒരു മെസ്സേജ് അയച്ച കേസില്ല, ഒരു മെസ്സേജ് അയച്ച തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. എന്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും. അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ. ഈ പറയുന്ന വ്യക്തി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒറ്റ കോൺഗ്രസ്സുകാരനും തൊടില്ല. എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പൊ ഇതൊരു സംശയത്തിന്റെ മുനയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്, ഒരാൾ മാത്രമൊന്നുമല്ല. മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ പുതിയ രീതിയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുള്ള മൈൻഡ് റീഡിംഗ്, ഫേഷ്യൽ റീഡിംഗ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പഠിച്ചിട്ടില്ല. നീ അറിഞ്ഞ കോൺഗ്രസിനകത്ത് ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ കുറിച്ച് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഷാഫി പറമ്പിലിന് ഉറപ്പുണ്ട്. സതീശന് അത്ര തന്നെയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. മനുഷ്യന് വഴിക്കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും. ലോകത്തുള്ള സകല തോന്നിവാസവും ചെയ്തിട്ട് ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വിലസാമെന്ന് വിചാരിക്കേണ്ട. പാലക്കാടിന്റെ അതിർത്തി ഈ വേഷം കെട്ടുമായി ഞങ്ങൾ കയറ്റില്ല. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ, ഞാൻ എന്റെ വീട്ടിലിരിക്കുകയല്ലേ. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങേണ്ട കുറച്ചു കാലത്തേക്ക് പിടിച്ച പിടിയാതെ ഇവരെ കൊണ്ട് രാജിവെപ്പിച്ചു. ആ ഷാഫിയോട് ഒരു ചോദിച്ചില്ല, മതി ആ പണിക്കന്റെ പണി നന്നായിട്ട് ഇനി പണിയണ്ട എന്ന് പറഞ്ഞു. ഇനി MLA സ്ഥാനം കൂടി രാജിവെപ്പിച്ചാൽ കേരള ചരിത്രത്തിൽ പുതിയ ഒരു പാരമ്പര്യമുണ്ടോ? ഒരു MLA എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എല്ലാ വീടുകളിലും കയറി ചെല്ലേണ്ട ഒരാളാണ്. ഇതാണ് സ്വഭാവം എന്ന് അറിഞ്ഞാൽ പിന്നെ ആരാണ് വീട്ടിൽ കയറ്റുക? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല്ലേ? ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല. പുള്ളി അത് ഉപേക്ഷിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്കും വേണ്ടി. ഈ രാജ്യത്ത് സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി, ധാർമ്മികതയ്ക്ക് ഒരർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി. ആ യുവനടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. പറഞ്ഞു കൊടുത്തു സാറേ ഒന്ന്. അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തിളച്ച നെയ്യിൽ കൈവക്കി സത്യം തെളിയിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ നെയ്യിന് വില കൂടുതലായതുകൊണ്ട് ആരും അതിന് നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ മുക്കാന്ന് വെച്ചാൽ അതിലും ബുദ്ധിമുട്ടാണ്. വെളിച്ചെണ്ണയുടെ വില ഇപ്പം നറുനെയ്യിനേക്കാൾ കൂടുതലാണ്. തന്റെ നിരപരാധിത്യം വളരെ ശുഷ്കാന്തിയോടെ പ്രൂവ് ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഇന്ന് പറഞ്ഞത് അങ്ങും കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞത് ധാർമ്മികതയുടെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചത്. അങ്ങനെയാണെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? അതിനായം. പക്ഷേ ഇന്ന് വരെ ഈ ആരോപണ വിധേയർ മന്ത്രിസ്ഥാനം അല്ലാതെ MLA സ്ഥാനം രാജിവെച്ച് ചരിത്രം ഉണ്ടായിട്ടില്ല. കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല, തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു MLA എന്താണ് ചെയ്യുക? നിയമസഭാ അംഗത്വം രാജിവെക്കണം. ഈ സ്ത്രീകളോടെല്ലാം പരസ്യമായി മാപ്പ് പറയണം. മതി കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. മുകേഷിനെ പറ്റി വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആരോപണം MLA ബോർഡ് വെക്കാതെ യാത്ര ചെയ്യുന്നതൊക്കെ ഏറെ ഓരോ ഏർപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഈ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. മുകേഷ് ഇപ്പോഴും തുടരുകയാണ്. മുകേഷ് ചെയ്തത് ഈ പഞ്ചാരയുടെ ഒന്നും മാത്രമല്ല, ഇപ്പോഴും MLA ആയിട്ട് തുടരുകയാണ്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഈ ഗണേഷ് കുമാർ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഓരോരുത്തരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മന്ത്രിമാരും MLA മാരും ഒന്നും കാണില്ല. ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു വിട്ടുമില്ലോ, കിട്ടുമോ? സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്?
ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായിട്ടുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരാമർശിച്ചതിന് മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഉത്തരം ശരിയായില്ലേ? ചോദ്യം ശരിയായാൽ ഉത്തരം ശരിയാവും. അപ്പൊ ഇവരോട് നാണമില്ലേ? ഉളുപ്പില്ലെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉളുപ്പില്ല. ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം. ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാലും ഒരു തൊലിക്കെട്ടി സമ്മതിക്കണം എന്നാ പറയാനുള്ളത്. ആരോപണമല്ലല്ലോ ഇത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായി. ആരോപണമല്ലല്ലോ ഇത്. വസ്തുതാപരമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ്. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു വെറുക്കപ്പെട്ടവനെ, ഒരു വ്യാജനെ, ഒരു പീഡന വീരനെ, ഒരു കാമപ്രാന്തനെ, ആ വാക്ക് തന്നെ ഞങ്ങൾ ഉപയോഗിക്കാം. പാലക്കാടിന് MLA ആയിട്ട് വേണ്ട. കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ? ആ മുകേഷിനോട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, രാജിവെക്കാതെ സുഖമായി, സ്വസ്ഥമായി, സ്വതന്ത്രമായി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ഒരു കാരണവശാലുമുള്ള തെറ്റിദ്ധാരണ CM മുകേഷിന് വേണ്ട. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അപ്പോ ഈ പാർട്ടിയിലുള്ളവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ഇടതുപക്ഷത്തെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ കേട്ടോ. അക്കാര്യത്തിൽ ഇവരെ സമ്മതിച്ചു കൊടുക്കണം. ഒരു തരത്തിൽ അവരുടെ പ്രവർത്തകരെയോ സഖാക്കളെയോ ഒന്നും അവര് അങ്ങനെ വിട്ടുകൊടുക്കില്ല. അത് വേറൊരു കാര്യം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനാണ്, പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ല. രാഹുൽ ഇനി മാങ്ങാണ്ടിയോ തേങ്ങാക്കുറി എന്തെങ്കിലും ചെയ്യട്ടെ. അവന് പറഞ്ഞുകൊണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഇതുപോലെയുള്ള ഇരപ്പാളികളെ സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. അലവലാദികളെ, ഏഴാങ്കുലികളെ 1 മിനിറ്റ് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പാർട്ടി നന്നാവും. എന്തെങ്കിലും ആകട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്.